ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് തെർമൽ എഞ്ചിനീയറിംഗിലെ 4th മൊഡ്യൂളിലെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഓഫ് IC എഞ്ചിൻസിൽ വരുന്ന മോർസ് ടെസ്റ്റ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് മോർസ് ടെസ്റ്റ്. അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ മൾട്ടി സിലിണ്ടർ എഞ്ചിനിലെ ഓരോ സിലിണ്ടറിൻ്റെയും ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാനും അതുവഴി ടോട്ടൽ ഫ്രിക്ഷൻ പവർ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് മോർസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആദ്യം അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 4 സിലിണ്ടർ എൻജിൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 1 2 3 4. ഓക്കെ, ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 സിലിണ്ടേഴ്സും വർക്ക് ചെയ്യിച്ചിട്ട് എൻജിനെ റേറ്റഡ് RPMൽ റൺ ചെയ്യിക്കുക. ഓക്കെ, റേറ്റഡ് RPM 1500 ആണ് തൽക്കാലം വിചാരിക്കുക. അതിൽ 4 സിലിണ്ടേഴ്സും റൺ ചെയ്യിക്കുക, എന്നിട്ട് 1500 RPMൽ എൻജിൻ റൺ ചെയ്യിക്കുക. ഓക്കെ, ആ സമയത്തിലെ ബ്രേക്ക് പവർ കണ്ടുപിടിക്കണം. ആ സമയത്തിലെ ബ്രേക്ക് പവർ, അതായത് ടോട്ടൽ ബ്രേക്ക് പവർ BP കണ്ടുപിടിക്കണം. എൻജിൻ ലോഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിച്ചതിന് ശേഷം ഫസ്റ്റ് സിലിണ്ടർ കട്ട് ചെയ്യണം. ഫസ്റ്റ് സിലിണ്ടർ കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പെട്രോൾ എഞ്ചിനാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഒഴിവാക്കുക, സ്പാർക്ക് പ്ലഗ് ഷോർട്ട് ചെയ്യുക. അതേമാതിരി ഡീസൽ എഞ്ചിനാണെങ്കിൽ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഫ്യൂവൽ സപ്ലൈ കട്ട് ചെയ്യുക. ഓക്കെ, ഈ 4 സിലിണ്ടേഴ്സും ഒരു കോമൺ ഷാഫ്റ്റിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കി 2 3 4 എന്ന് പറഞ്ഞ സിലിണ്ടേഴ്സ് എന്ത് ചെയ്യും? ഫസ്റ്റ് സിലിണ്ടറിനെ മോട്ടോർ ചെയ്യിക്കും. മീൻസ് എവിടെയൊക്കെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? സിലിണ്ടർ 2, സിലിണ്ടർ 3 ആൻഡ് സിലിണ്ടർ 4 മാത്രമേ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് സിലിണ്ടർ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ എന്താ, ഫസ്റ്റ് സിലിണ്ടറിലെ ഫ്രിക്ഷൻ പവർ അതേപോലെ നിൽക്കും. കാരണം അതിൻ്റെ പിസ്റ്റണൊക്കെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയിലെ 3 സിലിണ്ടേഴ്സ് എന്ത് ചെയ്യും? ആ ഫസ്റ്റ് സിലിണ്ടറിനെ മോട്ടോർ ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഒരു സിലിണ്ടർ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? എൻജിൻ്റെ ടോട്ടൽ പവർ ഔട്ട്പുട്ട് കുറയുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും? ലോഡ് ഞാനിപ്പം ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്പീഡ് ആദ്യം ഉണ്ടായിരുന്ന 1500 RPM എന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ലോവർ വാല്യൂയിലോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സ്പീഡ് എന്ത് ചെയ്യണം? ആ പഴയ റേറ്റഡ് RPM ആയ 1500 RPMൽ എത്തിക്കണം. ഓക്കെ, 1500 RPMൽ എത്തിയതിന് ശേഷം എന്ത് ചെയ്യുക? വീണ്ടും ബ്രേക്ക് പവർ മെഷർ ചെയ്തെടുക്കുക. ഓക്കെ, അതിൻ്റെ വാല്യൂ BP1 കട്ട് ഓഫ്, അതായത് ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ് ചെയ്ത സമയത്തുള്ള ബ്രേക്ക് പവർ. ഓക്കെ, അത് കണ്ടുപിടിക്കുക. ഇനി ഫസ്റ്റ് സിലിണ്ടർ ആദ്യം ഓപ്പറേറ്റ് ചെയ്യിക്കുക, സെക്കൻഡ് സിലിണ്ടർ അതേ കണക്കന ഇനോപ്പറേറ്റീവ് ആക്കുക. ഓക്കെ, ഇപ്പം ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും വീണ്ടും ചെയ്യുക. മീൻസ് എന്താ, ആ സമയത്ത് RPM ചേഞ്ച് ആയിട്ടുണ്ടാവും. ലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഴയ RPMൽ എത്തിച്ചിട്ട് ബ്രേക്ക് പവർ മെഷർ ചെയ്യുക. അത് BP2 കട്ട് ഓഫ്. ഓക്കെ, അടുത്ത എന്തായിരിക്കും ചെയ്യേണ്ടത്? സിലിണ്ടർ നമ്പർ 2 ഓപ്പറേറ്റ് ചെയ്യിക്കുക, 3 ഇനോപ്പറേറ്റീവ് ആക്കുക. ഓക്കെ, ഈ പ്രൊസീജിയർ 4 സിലിണ്ടറിനും ചെയ്യുക. ഓക്കെ ആണോ? ഇനി അതിൻ്റെ കാൽക്കുലേഷൻസ് നോക്കാം. ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഇല്ലു. ഇനി കാൽക്കുലേഷൻസ് ഒന്ന് നോക്കാം. ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിൽ IP1, IP2, IP3, IP4 അതാണ് ഓരോ ഇൻഡിവിജ്വൽ സിലിണ്ടറിൻ്റെയും ഇൻഡിക്കേറ്റഡ് പവർ. അതേമാതിരി FP1, FP2, FP3, FP4 അതാണ് ഓരോ സിലിണ്ടറിൻ്റെയും ഫ്രിക്ഷൻ പവർ. ഓക്കെ, ഇനി ബ്രേക്ക് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇൻഡിക്കേറ്റഡ് പവർ എന്ന് ഫ്രിക്ഷൻ പവർ കുറച്ചാൽ എന്താണ്? ബ്രേക്ക് പവർ കിട്ടും. ഇൻഡിക്കേറ്റഡ് പവർ എന്ന് വെച്ചാൽ എൻജിൻ്റെ ഉള്ളിൽ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് പവർ. ബ്രേക്ക് പവർ എന്ന് വെച്ചാൽ നമുക്ക് എക്സ്റ്റേണൽ യൂസിന് കിട്ടുന്ന പവറാണ് ബ്രേക്ക് പവർ. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവറിന് ഫ്രിക്ഷൻ പവർ കുറച്ചാൽ കിട്ടും? ബ്രേക്ക് പവർ കിട്ടി. ഇനി ആദ്യം ഫസ്റ്റ് കേസ് 4 സിലിണ്ടേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്തിലെ ബ്രേക്ക് പവർ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിക്കേറ്റഡ് പവർ ഞാനത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. 4 സിലിണ്ടറിൻ്റെയും ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ സമ്മാക്കി എഴുതിയിട്ടുണ്ട്, മൈനസ് 4 സിലിണ്ടറിൻ്റെയും ഫ്രിക്ഷൻ പവറിൻ്റെ സമ്മ്. ഓക്കെ, ഇനി ഫസ്റ്റ് സിലിണ്ടർ ഞാൻ കട്ട് ചെയ്യുന്നു. അന്നേരം ഏത് വാല്യൂ 0 പോവുക? അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല വെച്ചാൽ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റഡ് പവർ എത്രയായി? 0 ആയി. ഫ്രിക്ഷൻ പവർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കാരണം എന്താ?
ബാക്കിയുള്ള എല്ലാ സിലിണ്ടേഴ്സും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫസ്റ്റ് സിലിണ്ടറിനെ മോട്ടോർ ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആ സമയത്തുള്ള ബ്രേക്ക് പവർ എങ്ങനെ കണ്ടുപിടിക്കുക? ബ്രേക്ക് പവർ വെൻ ഫസ്റ്റ് സിലിണ്ടർ ഈസ് കട്ട് ഓഫ്. ആര് 0 ആയി, IP1 0 ആയി. ബാക്കിയുള്ള ഇൻഡിക്കേറ്റഡ് പവർ ആഡ് ചെയ്യുന്ന മൈനസ് FP1 പ്ലസ് FP2 പ്ലസ് FP3 പ്ലസ് FP4. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ BP മൈനസ് BP1 കട്ട് ഓഫ്, റൈറ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക? എല്ലാം ക്യാൻസലായി പോവും. ആരേ ഉണ്ടാവുള്ളൂ? IP1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി സിമിലർലി സെക്കൻഡ് സിലിണ്ടർ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? IP2 ഈസ് ഈക്വൽ ടു BP മൈനസ് BP2 കട്ട് ഓഫ്. ആ ഇക്വേഷൻ സിമിലർ ആയിട്ട് ചെയ്താൽ കിട്ടും. അതേമാതിരി തേർഡ് സിലിണ്ടർ കട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടും, ഫോർത്ത് സിലിണ്ടർ കട്ട് ചെയ്താൽ ഈ ഇക്വേഷനും കിട്ടും. ഓക്കെ, ഇനി ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയിരിക്കുന്ന ഇൻഡിവിജ്വൽ ഇൻഡിക്കേറ്റഡ് പവേഴ്സ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവറും കിട്ടും. ഇനി ഫ്രിക്ഷൻ പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഫ്രിക്ഷൻ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റഡ് പവറിന് ടോട്ടൽ ബ്രേക്ക് പവർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? ഫ്രിക്ഷൻ പവറും കിട്ടി. ഇതാണ് മോർസ് ടെസ്റ്റിൻ്റെ കാൽക്കുലേഷൻ. ഇനി ഒരു സാമ്പിൾ പ്രോബ്ലം നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ: ഡ്യൂറിങ് ദ ബ്രേക്ക് ടെസ്റ്റ് ഓഫ് എ 4-cylinder 4-stroke engine coupled to a dynamometer at a constant speed, the following results are obtained. BP with all cylinders working is equal to 14.7 kilowatt. BP with cylinder 1 cutoff is equal to 10.14 kilowatt. BP with cylinder 2 cutoff is equal to 10.3 kilowatt. BP with cylinder 3 cutoff is equal to 10.36 kilowatt. BP with cylinder 4 cutoff is equal to 10.21 kilowatt. Petrol consumption is equal to 5.5 kilogram per hour. CV of fuel is equal to 42,000 kilojoule per kilogram. Diameter of cylinder 8 cm, stroke 10 cm, clearance volume 0.1 liter. Calculate the mechanical efficiency, relative efficiency on the basis of IP. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ ഗിവൺ ഡാറ്റ ഒന്ന് ലിസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ്. ഇനി ആ തന്നിരിക്കുന്ന വാല്യൂസ് ഒരു ടാബുലർ കോളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് 4 സിലിണ്ടറാണെന്നുള്ളത്. ആ ഫസ്റ്റ് കോളത്തിൽ സിലിണ്ടർ നമ്പർ I 1 2 3 4. സെക്കൻഡ് കോളത്തിൽ BP വെൻ ith സിലിണ്ടർ ഈസ് കട്ട് ഓഫ്. മീൻസ് ഈ വാല്യൂ ഏതാണ്? ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യുമ്പോൾ സമയത്തുള്ള ബ്രേക്ക് പവർ. ഇത് സെക്കൻഡ് സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യുമ്പോഴുള്ള ബ്രേക്ക് പവർ. തേർഡ് സിലിണ്ടർ അതേമാതിരി ഫോർത്ത് സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള ബ്രേക്ക് പവർ. തേർഡ് കോളത്തിൽ എന്താണ്? ith സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റഡ് പവർ. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ബ്രേക്ക് പവർ മൈനസ് ബ്രേക്ക് പവർ വെൻ ith സിലിണ്ടർ ഈസ് കട്ട് ഓഫ്. മീൻസ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ടോട്ടൽ ബ്രേക്ക് പവർ ആര് മൈനസ് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് സിലിണ്ടർ കട്ട് ചെയ്യുന്ന സമയത്തിലെ ബ്രേക്ക് പവർ മൈനസ് ചെയ്തിട്ടുണ്ട്. ആ കിട്ടുന്ന വാല്യൂ എന്താണ്? ആ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റഡ് പവറാണ്. ഇവിടെയോ ടോട്ടൽ ബ്രേക്ക് പവറിന്ന് സെക്കൻഡ് സിലിണ്ടർ കട്ട് ചെയ്യുന്ന സമയത്തിലെ ബ്രേക്ക് പവർ മൈനസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിട്ടുന്ന വാല്യൂ എന്താണ്? സെക്കൻഡ് സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റഡ് പവർ. അതേപോലെ തേർഡ് സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റഡ് പവറും ഫോർത്ത് സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റഡ് പവറും കണ്ടുപിടിക്കുക. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ആദ്യം എന്ത് ചെയ്യുക? മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവറാണ് ഇക്വേഷൻ. ഓക്കെ, ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന 4 ഇൻഡിക്കേറ്റഡ് പവേഴ്സും ആഡ് ചെയ്താൽ എന്തായി? ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവറായി. ഓക്കെ, ബ്രേക്ക് പവർ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അതുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു BP ബൈ IP ചെയ്താൽ എന്തായി? മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, അടുത്ത കണ്ടുപിടിക്കാനുള്ളത് റിലേറ്റീവ് എഫിഷ്യൻസി ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസിയാണ്. റിലേറ്റീവ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ? ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ബൈ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. പെട്രോൾ എഞ്ചിനാണ്. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ? ഈറ്റ എയർ സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ R റേസ് ടു ഗാമ മൈനസ് 1. R എന്ന് വെച്ചാൽ കംപ്രഷൻ റേഷ്യോ. അങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ സിലിണ്ടർ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. ടോട്ടൽ സിലിണ്ടർ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലിയറൻസ് വോളിയവും
സ്വെപ്റ്റ് വോളിയം ആഡ് ചെയ്താൽ മതി. ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട് 0.1 ലിറ്റർ ആണ്, ഈസ് ഈക്വൽ ടു 0.1 × 10⁻³ മീറ്റർ ക്യൂബ്. സ്വെപ്റ്റ് വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് π/4 × d² × L. ഡീൻ്റെ വാല്യൂം എല്ലിൻ്റെ വാല്യൂം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡി എന്ന് വെച്ചാൽ ബോറ്, എൽ എന്ന് വെച്ചാൽ സ്ട്രോക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സ്വെപ്റ്റ് വോളിയത്തിൻ്റെ വാല്യൂ കിട്ടും. ടോട്ടൽ സിലിണ്ടർ വോളിയം കണ്ടുപിടിക്കുക. അത് ഡിവൈഡ് ചെയ്താൽ ക്ലിയറൻസ് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കംപ്രഷൻ റേഷ്യോ കിട്ടി. ഓക്കെ, കംപ്രഷൻ റേഷ്യോ അപ്രോക്സിമേറ്റ്ലി 6. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 - 1/R⁻⁻1 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കിട്ടി. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി അങ്ങനെ കണ്ടുപിടിക്കുക. ഇൻഡിക്കേറ്റഡ് പവർ ബൈ മാസ് ഓഫ് ഫ്യൂൽ ഇൻറ്റു കലോറിഫിക് വാല്യൂ. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ 17.79 കിലോ വാട്ടിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം കലോറിഫിക് വാല്യൂവിന് ഞാൻ എടുത്തിരിക്കുന്ന യൂണിറ്റ് എന്താ? കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ കിലോ വാട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂല് 5.5 കിലോഗ്രാം പെർ അവർ എന്നാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. അതിനെ കിലോഗ്രാം പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെ ഡിവൈഡ് ബൈ 3600 ചെയ്താൽ എന്ത് കിട്ടും? അതിനെ കിലോഗ്രാം പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി 0.2772 കിട്ടും. ഇനി റിലേറ്റീവ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ബൈ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ചെയ്താൽ എന്ത് കിട്ടി? റിലേറ്റീവ് എഫിഷ്യൻസി കിട്ടി. ഇതിൻ്റെ വാല്യൂ 54.18% കിട്ടും. ഓക്കെ.